നമ്മളൊരു അക്വാപോണിക്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കിലോ മത്സ്യങ്ങൾ നമുക്ക് 6 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ബെഡ് ഏരിയയാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടാക്കി അതിൽ 100 മത്സ്യങ്ങൾ ഇട്ട് കുറച്ച് മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 50 മത്സ്യങ്ങളുണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ട് 40 കിലോ ആണ് വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ 40 കിലോ മത്സ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ നൈട്രേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ബാക്ടീരിയക്ക് ഇരിക്കാനുള്ള സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 സ്ക്വയർ മീറ്റർ, ഒരു അടി ഡെപ്തിലുള്ള 4 സ്ക്വയർ മീറ്റർ ബെഡുകളാണ് വേണ്ടത്. ഒരു ബെഡായാലും മതി, 4 ബെഡായിട്ടും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 4 സ്ക്വയർ മീറ്റർ ബെഡ് ഏരിയ വേണം, അതും ഒരടി ഡെപ്തിൽ. എങ്കിലാണ് നമുക്ക് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയനെ നൈട്രേറ്റായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നൈട്രേറ്റ് വലിച്ചെടുത്ത് ചെടികൾക്ക് വളരാനുള്ള ഏരിയ കൂടിയാണ് ഈ ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. ഈ സ്ക്വയർ മീറ്ററിൽ നമുക്ക് 10 ഫ്രൂട്ടി വെജിറ്റബിൾ വരെ വെക്കാം. 10 ഇതേപോലെ പാവൽ, പടവലം, തക്കാളി, വെണ്ട, വഴുതന അങ്ങനെയുള്ള ഫ്രൂട്ടി കായകൾ തരുന്ന വെജിറ്റബിൾസ് നമുക്ക് വെച്ച് അത്യാവശ്യത്തിലേറെ വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 10 കിലോ മത്സ്യങ്ങൾക്ക് 1 സ്ക്വയർ മീറ്റർ ബെഡ് ഏരിയ എന്ന രീതിയിൽ നമ്മൾ എത്ര കിലോ മത്സ്യങ്ങളാണ് 6 മാസം കൊണ്ട് വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ബെഡ് ഏരിയ ഉണ്ടെങ്കിലാണ് ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ, അക്വാപോണിക്സ് വിജയകരമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതിനുവേണ്ട മോട്ടറും സബ്മർസിബിൾ പമ്പൊക്കെ ഏത് ആണ് വേണ്ടത്, എങ്ങനെയുള്ളതാണ് വേണ്ടത് ഒക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം. ഇത് നമുക്ക് കുറച്ച് വിളവെടുക്കാനുണ്ട്. കുറച്ച് ഈ പാവലൊക്കെ വെയിലായ കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് പെട്ടെന്ന് തന്നെ പഴുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം നമുക്ക്. ഇത് നമ്മളെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചൊരവക്കയാണ്. കണ്ടമാനം ചൊരവക്ക ഉണ്ടാകുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാടുണ്ട് ചൊരവക്ക. അതുപോലെ പാവൽ ഇത് ഇന്നലെ ഞങ്ങൾ പറിച്ചിട്ടുള്ള കുറച്ച് എന്നും കൂടി ഇനി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ വെള്ളരി ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉണ്ടാക്കാനുള്ള ബെഡ് ഏരിയയാണ് ഈ പറയുന്ന 4 സ്ക്വയർ മീറ്റർ. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. ഇതൊക്കെ പാവൽ കയറിപ്പോയിട്ടുണ്ട്. ഇതിനിടയിലൊക്കെ പാവലും ചൊരക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത് പറിക്കലാണ് കുറച്ചൊരു പ്രയാസമൊക്കെ പോയി. അപ്പോൾ അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ പറിക്കാൻ കുറച്ച് പാവലും കൂടി ഉണ്ട്. ഇതുണ്ടില്ലേ, ചൊരവക്കയും പാവലൊക്കെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ അക്വാപോണിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന വലുപ്പമായിരിക്കില്ല ഇത് നാളെ. പെടപ്പെടാന്ന് വെച്ചിട്ടാണ് ഇത് വലുതാവുക. ഇതൊക്കെ ഇന്ന് കാണുന്ന ഈ ചെറുതൊക്കെ ഉണ്ടല്ലോ, നാളേക്ക് നോക്കുമ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഗ്രോത്തിനെ. മണ്ണിനേക്കാൾ നല്ല വളർച്ചയാണ് ഈ അക്വാപോണിക് സിസ്റ്റത്തിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് കാണുന്ന വലുപ്പമായിരിക്കില്ല നാളെ കാണുമ്പോൾ. നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് പറിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലെ പഴുത്ത് നാശമായി പോകും. അതിന് മുന്നേ പറിച്ചെടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കണ്ടമാനം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേ നാളത്തേക്ക് നമുക്ക് പച്ചക്കറിയും ആയിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ചുരക്കയും വെള്ളരിയും പാവലൊക്കെ ഉപയോഗിച്ചുള്ള കറികളായിരിക്കും നമുക്ക്
ഉണ്ടാക്കാൻ സാധിക്കുക. അതുപോലെ മുളകൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്, അതിനൊന്നൊരു ക്ഷാമമില്ല നമുക്ക്. കണ്ടില്ല നമ്മുടെ മത്സ്യങ്ങൾ. വാ വാ ഇതാ. ഇപ്പോൾ ഇവരുടെ വിസർജ്യം അടങ്ങിയ വെള്ളമാണ് നമ്മളിതിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കോഴികളവിടെ പുല്ലൊക്കെ തിന്ന് വളരുന്നുണ്ട്. പയോമി കണ്ടില്ലേ, രാവിലത്തെ തീറ്റൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് അവർ.